നമ്മള് കുറെ നേരത്തോടെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒതുക്കി തീർന്നിട്ടില്ല, ഇനി ഒതുക്കി തീർക്കാനുണ്ട് കുറെ കൂടി. ഇല്ല നിഷു, പാത്രം കഴിക്കൊണ്ടിരിക്കുക. പാത്രം കഴിട്ടോണ്ട് ബാക്കി ഒന്നുകൂടി അടിച്ചു വൃത്തിയാക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ വൃത്തിയാക്കാൻ പ്രത്യേക വേറൊരു കാരണം കൂടി ഉണ്ട്. അതൊക്കെ പിന്നെ പറയാം തേങ്ങ. അപ്പൊ കഴിച്ച് നമ്മളത് പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി പോണ്. ഉള്ള ചക്കയ്ക്കും ചോറും എല്ലാം കൂടിയിട്ട് കുഴച്ച് കഴിക്കാനുള്ള പ്ലാനിലാണ്. അല്ലേ നിഷു? കഴിച്ചിട്ടാണ് ബാക്കി ഇവിടെ ഈ കട്ടിലൂടെ വൃത്തിയാക്കാനായിട്ട്. പാത്രങ്ങളെല്ലാം എടുത്തിട്ട് കഴിയണം. എന്നിട്ടാണ് കഞ്ഞി കുടിക്കാനായിട്ട്. പഴങ്കഞ്ഞി കുടിച്ചിട്ടാണ് പിന്നെ ബാക്കി അത് അടിച്ച് അതാ പാത്രം വേണം. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം നോക്കി. നമുക്കൊരു കലം വേണം അല്ലേ ശരിക്കും? അല്ലേ, അടുപ്പിൽ വെക്കാൻ കലം വേണം. അല്ലേ കുക്കർ വെച്ച് കുക്കറിന്റെ കൈപ്പിടി തീ കൊണ്ട് നശിച്ചപ്പാണി വാളും. ഞാൻ ഈ ചട്ടിയിലും നിഷും മറ്റേ ചെറിയ കലത്തിലാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് എനിക്ക് ചട്ടി കുടിക്കുന്ന ഇഷ്ടം. അപ്പൊ ആറ് ഞാവടി കുഴക്കുകയാണ്. ഉപ്പായിരിക്കേ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കഞ്ഞിയെ കുടിച്ചിട്ട് നിശ്ചിത മൂലക്കുള്ള നമ്മുടെ തൊണ്ടൊക്കെ വൃത്തിക്ക് മറ്റേ സഞ്ചിയിലാക്കാണ്. എന്നിട്ട് അവിടെ അടിക്ക് വൃത്തിയാക്കി എടുക്കണം. അതൊക്കെയാണ് പരിപാടി. ചുവന്ന അടിച്ച് വൃത്തിയാക്കണം. കട്ടിലുള്ള ഒതുക്കിയ സാധനം കാലിയാക്കിയിട്ടുണ്ട്. അത് രാത്രി ഇവിടെ കിടക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ വൃത്തിയാക്കണം. വീണ്ടും പഴയ പോലെ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ പാത്ര സാധനങ്ങളൊക്കെ പുറത്തുതന്നെ ആക്കിയിട്ടുണ്ട്. എല്ലാം പുറത്ത് നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് ആക്കിയിട്ടുണ്ട്. അടുപ്പ് കത്തിക്കും, അകത്ത് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കും. തൽക്കാലത്ത് ഇത് കുറച്ച് ദിവസം പുറത്തിരിക്കട്ടെ, ഒരു ആവശ്യമുണ്ട്. കട്ടിലൊക്കെ ഞാൻ എല്ലാം സെറ്റാക്കി വൃത്തിയാക്കിയപ്പോഴേക്കും കുറച്ച് കവറുണ്ട്. 2 കവറിലേ കുറച്ച് മണ്ണ് പൊടിയേ ഉള്ളൂ. വേറെ അധികം വേസ്റ്റ് ഒന്നും ഇല്ല നമുക്ക്. അത് കുഴപ്പമില്ല, അത് നല്ല മോട്ടിവേഷൻ സൗണ്ടാണ്. അപ്പൊ ഇത്രയും വേസ്റ്റ് നമ്മുടെ റൂമിലുണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് പ്ലാസ്റ്റിക് കവറിലാണ്. അതാണ് പിന്നെ എന്റെ അരി തുറന്നു വേസ്റ്റ്.